കാട്. ദിവസം ഞാൻ അപ്പോഴേ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങണ്ടാന്ന്. തിരിച്ചു പോകാൻ ചേട്ടാ ഒന്നുമില്ല. ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, രാവിലെ എഴുന്നേറ്റപ്പോൾ നമുക്ക് കുറെ നാളായി ബൈക്കിൽ ഒരു ട്രിപ്പ് പോയിട്ട്, അപ്പം നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് ഞാൻ ദിവസം പറഞ്ഞു. അങ്ങനെ രാവിലെ കുട്ടിയും പറിച്ചുകൊണ്ട് ഇറങ്ങി കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ തന്നെ 8:30 മണി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കറക്റ്റ് കുളത്തൂപ്പുഴയൊക്കെ കഴിഞ്ഞ് പോകുന്ന സ്ഥലം അമ്പനാട് ഹിൽസ് ആണ്. ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല, കുറെ വീഡിയോ ഒക്കെ കണ്ട്. അപ്പം നല്ല കൊള്ളാമെന്ന് തോന്നി. അപ്പം നമ്മൾ നേരെ അമ്പനാട് ഹിൽസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നാണ് പോകുന്നത്. നേരെ ചെങ്കോട്ട വഴിയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ 13 കണ്ണറ പാലം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു ലെഫ്റ്റ് ഉണ്ട്, ഒരു പാലത്തിൻ്റെ അകത്തൂടെ. അപ്പോൾ ലെഫ്റ്റ് പോയിട്ട് 15 കിലോമീറ്റർ ആണ് അമ്പനാട് ഹിൽസ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാപ്പിൽ കാണിക്കുന്നത് 7.5 കിലോമീറ്റർ ആണ് കേട്ടോ. ഒരു റബ്ബറും വിളയിലിടയിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം ഞാൻ വണ്ടി ഓടിച്ച് ദീപചേട്ടൻ പുറകെ നിന്ന് ദീപചേട്ടൻ്റെ മൂലം പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദീപചേട്ടൻ ഞാൻ കൊടുത്തു, അല്ലാണ്ട് അഴുക്ക വഴി ആയതുകൊണ്ടല്ല. നമ്മൾ മാപ്പ് പ്രകാരം അമ്പനാട് ഹിൽസിൽ എത്തുന്നത് കറക്റ്റ് 12:30 നട്ടുച്ചയ്ക്കാണ്. എനിക്കാണെങ്കിൽ ഒക്കെ നാടൻ ചോറ് കഴിക്കാൻ പൊതിയാണ്. അവിടെ കിട്ടുന്നുണ്ട്. ജീപ്പുണ്ടോ ഇവിടെ, ടൂറിസ്റ്റുകളുണ്ട്. അപ്പം അവരുടെ ജീപ്പാണ്, ഇവിടുത്തെ ജീപ്പ് തന്നെയാണ്. റെൻറ്റിനൊക്കെ ഒരു എമൗണ്ട് കൊടുത്ത് എടുക്കും. ഇവിടെ താഴെ കുളിക്കാനുള്ള സ്ഥലമുണ്ട്. താഴോട്ട് നോക്കിയാലേ ഒരു അരുവിയൊക്കെ കാണാം കേട്ടാ. കാണുന്നുണ്ടോ എന്നൊക്കെ ഞാൻ സൂം ചെയ്യാം. നല്ല അരുവിയൊക്കെ ഉണ്ട്. അപ്പുറത്ത് റബ്ബറും കാട്, ഇപ്പുറത്ത് റബ്ബറും കാട്, അതിൻ്റെ അപ്പുറത്ത് അരുവി. റോഡ് വളരെ മോശമാണ്. ഇവിടെ കൂടുതലും ജീപ്പാണ് കേട്ടോ. ഇവിടെ കയറി വന്നപ്പോഴും അവിടെ കുറെ ജീപ്പൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. എന്തുമാത്രം കുരങ്ങ് നോക്ക്, ഇഷ്ടം പോലെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റ എണ്ണത്തിനെ കണ്ടോളെ, ഒരെണ്ണം, ഒരേ ഒരു കുരങ്ങിനെയാണ് കണ്ടത്. പക്ഷെ 1000 കുരങ്ങ്, എല്ലാം ചെറുത്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ദേവിച്ചേട്ടൻ കുരങ്ങനെ മുറുക്ക് കൊടുത്ത് കുരങ്ങ് എല്ലാം കൂടെ തലയിൽ വീഴും തോന്നുന്നു. ഞങ്ങളങ്ങനെ അമ്പനാട് ഹിൽസ് ഏകദേശം എത്താറായിട്ടോ. മാപ്പിൽ കാണിക്കുന്ന കറക്റ്റ് ഹിൽസ് കറക്റ്റായിട്ട് കിലോമീറ്റർ തെറ്റാണ്. കാരണം വെച്ചാൽ പകുതിയോളം കുറച്ചിട്ടാണ് കാണിക്കുന്നത്. കറക്റ്റ് ഹില്ലിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 15 കിലോമീറ്റർ ഉണ്ട്. മാപ്പിൽ 7.5 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ലെഫ്റ്റ് സൈഡ് അമ്പലങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ക്ലൈമറ്റ് അത്ര പോരാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് ഹിന്ദിക്കാരിങ്ങനെ പണി തന്നെ അവർക്ക് സ്ഥലമൊക്കെ ചോദിച്ചു. എത്ര കിലോമീറ്റർ ഉണ്ട്? നടക്കണോ വണ്ടി പോവോ? അപ്പോൾ ഗൈസ്, നമുക്ക് വരുന്ന വഴിക്ക് ഒരു അമ്പലമൊക്കെ കാണാമേ. അവിടെ നിന്ന് 4 കിലോമീറ്റർ വണ്ടി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവാം. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇതാണ് അമ്പനാട് ഹിൽസിലെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി 4 കിലോമീറ്റർ. ഇവിടെ നല്ല ഭംഗിയുണ്ട്. എന്ന് വെച്ചാൽ താമസം ഉണ്ടെന്ന് തോന്നണം. ഇതൊക്കെ ഫാക്ടറിയാണ് കേട്ടോ, റബ്ബർ ഷീറ്റിൻ്റെ ഒക്കെ. പിന്നെ തടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട് ലോറിയിൽ. പിന്നെ അതുകൊണ്ടില്ല ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്, അത് കാണാൻ ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളങ്ങനെ കറക്റ്റ് ഇവരുടെ ആ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലത്തെത്തിയത് അവരുടെ ചെക്ക് പോസ്റ്റിലെത്തി. ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കുറച്ച് കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. അമ്പനാട് എസ്റ്റേറ്റിൽ കയറി ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. 5 വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറയുന്നത്. വഴി അറിഞ്ഞോളൂ. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡ് ആരോ വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്പനാട് ഹിൽസ് കറക്റ്റ് അമ്പനാട് എന്ന സ്ഥലത്തെത്തി. ഇവിടെ കുറച്ച് കടകളും ഹോട്ടലുകളും അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത് കേട്ടോ. വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി തിരിഞ്ഞു പോകേണ്ടത് ഇവിടെ നിന്നാണ്. അല്ലാണ്ട് ഇവിടെ ടോട്ടൽ 5 വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഓരോന്നായിട്ട് പോവുകയാണ്. ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും അവിടെ കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ബോർഡ് വെച്ചിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ വരുന്ന വഴിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. നമ്മളങ്ങ് പോവുക, അത്ര തന്നെ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുകയാണ്, ക്ലൈമറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് അത്രയും ഒരു ഫോഗും തണുപ്പൊക്കെ കിട്ടിയാൽ നമുക്കത് എൻജോയ് ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് ആ ഒരു സംഭവം മിനി മൂന്നാറാണ്, കൊല്ലത്തിലെ മിനി മൂന്നാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാണാനൊക്കെ കൊള്ളാം. പക്ഷേ എനിക്ക് അത്രയ്ക്കൊന്നും മൂന്നാറിൻ്റെ ആ ഒരു ലുക്കൊന്നും എനിക്കങ്ങോട്ട് കിട്ടിയില്ല. കാണാനൊക്കെ കൊള്ളാം. ആ ഒരു ക്ലൈമറ്റും കൂടെ വരുമ്പോൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോകുന്നത്. ഇത് അടുത്ത വ്യൂ പോയിന്റ് ആണേ. നമ്മൾ ഡബിൾ റോക്ക് വ്യൂ പോയിന്റിലാണേ. 2 റോക്ക് പാറയുണ്ട്. അതാണ് ഡബിൾ റോക്ക്. ഞാൻ നിൽക്കുന്ന ഒരു പാറ, അതുകൊണ്ട് അതൊരു പാറ.
അടിപൊളി കേട്ടോ, ഭയങ്കര കാറ്റ്, നല്ല വെയിലാണ് ഇപ്പം. എനിക്ക് തോന്നുന്നു എത്ര മണിയായി ചേട്ടാ? 2 മണി. നല്ല വെയിലുള്ള ടൈം ആണെങ്കിലും പക്ഷെ നല്ല തണുപ്പുണ്ട്, അടിപൊളി. അവിടെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം. കാറൊക്കെ വരും കേട്ടോ. കേട്ടോ എനിക്ക് പേടിയാവും. അപ്പൊ നമ്മൾ 2 വ്യൂ പോയിന്റ് കണ്ട്. ഫസ്റ്റ് ഒരു വ്യൂ പോയിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഡബിൾ ഡ്രോപ്പ് വ്യൂ പോയിന്റ്. അത് കണ്ടതിന് ശേഷം താഴോട്ട് പോകണേ. റോഡ് ഭയങ്കര വളരെ മോശമാണ്. നമ്മുടെ നോർമൽ കാറൊക്കെ അടി തട്ടും. അത് മാത്രമല്ല ചെറിയ റോഡാണ്, അഴുക്ക റോഡുമാണ്. അപ്പൊ 2 കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. പിന്നെ അപ്പുറത്തെ കൊക്ക. പിന്നെ ഈ വരുന്ന വഴി എല്ലാം മോശമൊന്നും അല്ല കേട്ടോ, ചില റോഡുകൾ മോശമാണ്, ചില സ്ഥലങ്ങൾ മാത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കും. പക്ഷെ ചെറിയ കാറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. കേട്ടോ മരങ്ങളൊക്കെ കണ്ട, ഇതൊക്കെ ഗ്രാമ്പൂവിനാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ ഗ്രാമ്പു ആണ്. ഞാൻ വീഡിയോയിൽ എന്തോ കണ്ടു, ഏറ്റവും വലിയ ഗ്രാമ്പു ഫാക്ടറി ഇതാണെന്നാണ്, അങ്ങനെ എന്തോ ആണ്. നോക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മളങ്ങനെ 2 വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കയറി വന്നില്ല, ആ സ്ഥലത്തിന് എത്തിയിട്ട് ഇവിടെയാണ് ഹോട്ടൽ സംഭവങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ നമ്മളൊരു ഹോട്ടൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഹോട്ടലുണ്ട്, വല്ലതും കഴിക്കാനുണ്ടോ നോക്കാം. വളരെ വിഷമത്തോടു കൂടി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാമെന്ന് കരുതി, പക്ഷേ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ചായയും ഉള്ളിവടയൊക്കെ കഴിച്ച് തൽക്കാലം ആശ്വാസമായി. അത് കഴിഞ്ഞ് അടുത്ത വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയുള്ള പോകണികൾ. സത്യം പറഞ്ഞാൽ നല്ല ഓഫ് റോഡാണ്. ആ റോഡ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ആ വഴി. അപ്പോഴത്തേനും ഭയങ്കര ഒരു രക്ഷയില്ലാത്ത മഴ, പെട്ടെന്നൊരു മഴയായിരുന്നു. ആ സമയം കൊണ്ട് ഞാനിവിടെ ടോയ്ലറ്റിലേക്ക് പോയി. ഈ കടയുടെ ബാക്കിൽ തന്നെ ടോയ്ലറ്റിൽ പോകാൻ നമ്മൾ 5 രൂപ കൊടുത്താൽ മതി. അങ്ങനെ വാഷ്റൂമൊക്കെ പോയി ഫ്രഷ് ആയിട്ട് നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. അടുത്ത വ്യൂ പോയിന്റ് കാണാൻ പോവാണ്. അമ്പനാട് ഹിൽസിലെ 3ാമത്തെ വ്യൂ പോയിന്റ് കാണാൻ. കൊള്ളാം കേട്ടോ, അടിപൊളിയാണ്. നല്ല വ്യൂ ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നതിനും എൻ്റെ വീഡിയോയിൽ വോയിസ് കൊടുക്കുന്നതിനും കുറച്ച് പ്രശ്നമുണ്ട്, എക്കോ ഒക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കണം, മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ആണേ. അങ്ങനെ ദീപിച്ചോടെ ഏതൊക്കെ വഴിയിലൂടെ കാടും മേടും ഒക്കെ താണ്ടി ഒരു ചെറിയ വഴി കൂടെ ഈ ബൈക്ക് കൊണ്ട് അങ്ങ് പോവാണ്. ഇനി അവിടെയും നല്ല വ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ പോയി ഒരു കാടിന് നടുക്കിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ചേട്ടാ, നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് അടുത്ത വ്യൂ പോയിന്റ് തിരക്കി പോവാണ്. ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഞാനിത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇതിനെക്കാട്ടി നല്ല സ്ഥലം ഞങ്ങൾ പോയ ആ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ആനച്ചാടി വഴി ഇനി വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ്. അപ്പം ആ പോകുന്ന വഴിക്ക് 2-3 വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ജാക്രാണ്ട വ്യൂ പോയിന്റിൽ നിൽക്കുകയാണ്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഗൈസ്. നമ്മൾ അവിടെ ഒരേ ഒരു ഹോട്ടൽ അമ്പനാട് ഹിൽസിൽ അവിടെ ടോപ്പിലുണ്ടായിരുന്നുള്ളൂ. അവിടെ ഫുഡൊന്നും ഇല്ല, ലേറ്റാവും, ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പം ഒരു മാമൻ പറഞ്ഞു ഇവിടെ നിന്ന് 9 കിലോമീറ്റർ കാണാൻ അതിമനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന്. ആനച്ചാടി, കഴുതുരുത്തി അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞു. ഒരു ഐഡിയ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഒറ്റ മനുഷ്യരും ഈ ഭാഗത്തില്ല ഗൈസ്, അതാണ് സംഭവം. നമുക്കൊന്നും ചോദിക്കാനോ ഒന്നുമില്ല, മാപ്പ് ഇടാൻ പറ്റൂല, റേഞ്ച് ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ഗൈസ്. നമ്മള് വഴി ചോദിച്ച ഒരു മാമൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ മാമനെ വണ്ടിയുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഈ വണ്ടിയിലുള്ള മാമനാണ് നമുക്ക് വഴി പറഞ്ഞത്. ആ മാമൻ പറഞ്ഞു മാമൻ ഇത് വഴിയാണ് വരുന്നതെന്ന്. ബഹളം പറയാ വണ്ടി വരുന്നതാണ്. മാമൻ ചാറ്റയും പറഞ്ഞു പോയി. അപ്പൊ നമ്മൾ മാമനെ മുമ്പേ പോട്ടെ. ഇത് അടുത്തൊരു വ്യൂ പോയിന്റ് ആണ്. സത്യം കിടിലം കേട്ടോ, അടിപൊളി വ്യൂ ആണ്. ഈ മാമ പറഞ്ഞു തന്ന ഒരു വ്യൂ ആണ്, ലാസ്റ്റത്തെ വ്യൂ ആണെന്ന് തോന്നുന്നു. ഇനി ഒരു വ്യൂ പോയിന്റ് ഇല്ല, 5 എണ്ണമായി. സത്യം കേട്ടാ, ഒരു മിനി മൂന്നാർ തന്നെ ലുക്കിൽ ഞാൻ സമ്മതിച്ചു. ആദ്യം നമ്മൾ പോയ വ്യൂ പോയിന്റിലൊന്നും അത്രയ്ക്കില്ലായിരുന്നു അല്ലേ ചേട്ടാ? കൊള്ളാം കേട്ടോ. പിന്നെ ക്ലൈമറ്റിന്റെ ഒരു പ്രോബ്ലമേ ഉള്ളൂ, തണുപ്പില്ല. വലിയ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും പോവുകയാണ്. കാരണം അവിടെയൊക്കെ മറ്റേ പൈനാപ്പിൾ കൃഷിയാണേ. അതൊക്കെ കാണാൻ, മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ദിവചേട്ടൻ നേരം നോക്കി വേണ്ടി താഴെ കൊക്കയാണ്. പിന്നെ നമുക്ക് വഴി പറഞ്ഞു തന്ന മാമൻ വഴി എന്തായാലും നമുക്ക് വഴി തെറ്റൂല. ആ വണ്ടിക്ക് അത്രയും ശബ്ദമുണ്ട്. അത് പിന്നെ തേയിലൊക്കെ കൊണ്ടുപോകണല്ലേ ഫാക്ടറിയിൽ നിന്നൊക്കെ. ആ തേയില സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്, ഭയങ്കര ശബ്ദം. അതുകൊണ്ട് നമുക്ക് വഴി തെറ്റൂല. മാമൻ പറഞ്ഞു ഞാൻ എന്തായാലും ഫ്രണ്ടിൽ കാണാൻ, നിങ്ങൾ പുറകെ വന്നാൽ മതി എന്ന് പറഞ്ഞു.
ഞങ്ങൾക്ക് വഴി പറഞ്ഞത് മാമൻ്റെ വണ്ടിയാണ്. ഈ തേയിലയൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവരൊക്കെ തേയിലയൊക്കെ ഒന്ന് ഉള്ളി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് നേരെ ആനച്ചാടി. ഇതാണ് ആനച്ചാടി കേട്ടോ. ഈ ആനച്ചാടിയിൽ നിന്ന് നേരെ കഴുതുരുത്തി വരെ നമ്മൾ നേരെ ട്രിവാൻഡ്രത്ത് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് ട്രിവാൻഡ്രത്ത് പോകുന്ന വഴിക്ക് ഒരുപാട് കൈതച്ചക്ക പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. അടിപൊളി അടിപൊളി വ്യൂ ആയിട്ടോ. കൈതച്ചക്കര ഒരു തോട്ടം എന്തോന്നു, ഒരു ഏരിയ മൊത്തം കൈതച്ചക്ക പൈനാപ്പിൾ. അങ്ങനെ ഞങ്ങൾ നേരെ തെന്മല എത്തി. വിശന്ന് പണ്ടാരടങ്ങി ഹോട്ടലൊന്നും കാണത്തുണ്ട്. നേരെ തെന്മലയിൽ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഇവിടെ കയറി ഞാൻ ഊണ് കഴിക്കാൻ ആഗ്രഹിച്ച് വന്നതാണ്. പക്ഷേ ഊണില്ലാത്തതുകൊണ്ട് മന്തി കഴിച്ചു. ഞങ്ങൾ ഒരു ക്വാർട്ടർ മന്തി വാങ്ങിച്ചോളൂ. ഞങ്ങൾ അങ്ങനെ അത്രേ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ക്വാർട്ടർ മന്തി വാങ്ങിച്ച് സത്യം പറഞ്ഞാൽ അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അൽഫാമാണെന്ന് തോന്നുന്നു. അൽഫാമ ഷവായോ ഏതോ ഒരു മന്തിയാണ്. എനിക്ക് മന്തി അൽഫാം ഷവായി എനിക്ക് തിരിച്ചറിയാൻ വയ്യ ഗൈസ്. അതാണ് സംഭവം. അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഗൈസ് നമ്മൾ അമ്പനാട് ഹിൽസിൽ നിന്നൊക്കെ ഇറങ്ങി ഒരുവിധം ട്രിവാൻഡ്രം എത്താറായി. എനിക്ക് ബാക്ക് ഉണ്ടോന്ന് സംശയം. ചന്തിയുടെ പകുതി പോയി. കാരണം നമ്മള് കുറെ നാളായിട്ട് ബൈക്കിൽ ഇത്ര ലോങ് യാത്ര ചെയ്തിട്ട് നമുക്ക് പറ്റൂല. അതായത് 100 ലോങ് പോകാൻ സത്യം ഗൈസ് 100 ലോങ് പോകാൻ ഒട്ടും പറ്റൂല. നമ്മള് ഫിയോറോയിൽ വരെ എത്രയോ കിലോമീറ്ററോളം പോയിട്ടുണ്ട്. പക്ഷെ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഇത് ജമ്മു അട്ടപ്പളവുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് മുട്ടിനാണ് പ്രശ്നം. എനിക്കുണ്ട ചന്തി പകുതി പോയിരുന്നു. വണ്ടി പറഞ്ഞില്ല, ഹൈറ്റിലല്ലോ. അപ്പൊ അമ്പനാടിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ആദ്യം കയറിയപ്പോഴത്തേനും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. തണുപ്പൊന്നും ഇല്ലല്ലോ. വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു അമ്പനാട്. നമുക്ക് ആദ്യം കയറിയപ്പോഴത്തേന് അത്ര പോരാൻ തോന്നി. പക്ഷെ നല്ല രസമായിരുന്നു. കാണാൻ നല്ല കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ തണുപ്പ് കുറവായിരുന്നു. തണുപ്പ് അങ്ങനെ ഇല്ലായിരുന്നു. കട്ട വെയിലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ അമ്പനാടിലെ വിശേഷങ്ങൾ. വീണ്ടും നാളൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.